എല്ലാവർക്കും ട്രാവൽ ആൻഡ് മോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ്. അതായത് അയർലൻഡിൽ നമ്മൾ ആദ്യമായി എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒന്നാണ് ഇവിടുത്തെ റെസിഡൻസ് കാർഡ് എടുക്കുക എന്നുള്ളത്. റെസിഡൻസ് കാർഡിന് നമ്മൾ IRP കാർഡ് അല്ലെങ്കിൽ GNIB കാർഡ് അല്ലെങ്കിൽ ഗാഡ കാർഡ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇതിനായിട്ട് കൗണ്ടി ഡബ്ലിൻ, കിൽഡെയർ, മീത്ത്, വിക്ലോ, അതുപോലെ തന്നെ കൗണ്ടി കോർക്ക് ആൻഡ് ലിമറിക്, ഈ കൗണ്ടിയിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളുകളാണെങ്കിൽ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഡബ്ലിൻ പോകേണ്ടി വരും. അപ്പം അതിന് വേണ്ടിയിട്ട് ഇമിഗ്രേഷൻ്റെ ഒരു ടോൾ ഫ്രീ നമ്പറുണ്ട്. ആ നമ്പർ താഴെ ഞങ്ങൾ നിൽക്കുന്നതായിരിക്കും. ആ നമ്പറിൽ രാവിലെ 9 മണി മുതൽ 5 മണി വരെ നമുക്ക് വിളിക്കാം. വിളിച്ചു കഴിയുമ്പോൾ ഓപ്പറേറ്റേഴ്സിന് നമ്മുടെ പാസ്പോർട്ടിൻ്റെ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ ID കൊടുത്ത് അപ്പോയിൻമെൻറ്റ് നമുക്ക് ബുക്ക് ചെയ്യാം. അതിനുശേഷം അപ്പോയിൻമെൻറ്റിൻ്റെ ദിവസം റിക്വയർഡ് ഡോക്യുമെൻറ്റ്സുമായിട്ട് അവിടെ പോയി നമ്മുടെ ബയോമെട്രിക്സ് കൊടുക്കേണ്ടതാണ്. വൺസ് നമ്മുടെ അപ്പോയിൻമെൻറ്റ് സക്സസ്ഫുൾ ആണെങ്കിൽ 10 to 15 ഡേയ്സിനുള്ളിൽ നമുക്ക് ഇവിടുത്തെ റെസിഡൻസ് കാർഡ് കിട്ടുന്നതായി. GNIB കാർഡിൻ്റെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ റിന്യൂവലിന് വേണ്ടത് 300 യൂറോയാണ്. നമ്മൾ അപ്പോയിൻമെൻറ്റിന് പോകുമ്പോൾ ഈ എമൗണ്ട് നമ്മൾ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് പേയ്മെൻറ്റ് വഴി മാത്രമാണ് അവർ സ്വീകരിക്കുകയുള്ളൂ. ക്യാഷ് പേയ്മെൻറ്റ് അവർ റിസീവ് ചെയ്യുന്നതായിരിക്കും. നേരത്തെ പറഞ്ഞിട്ടുള്ള കൗണ്ടികൾ ഒഴിച്ച് ബാക്കിയുള്ള കൗണ്ടുകളിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടുത്തെ രജിസ്ട്രേഷൻ അവിടുത്തെ റെസ്പെക്റ്റീവ് ഗാർഡ് ഓഫീസുമായി കോർഡിനേറ്റ് ചെയ്ത് ചെയ്യേണ്ടതാകും. അടുത്തത് IRP കാർഡിൻ്റെ ഓൺലൈൻ റിന്യൂവൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇമിഗ്രേഷൻ സർവീസ് ഓൺലൈൻ പോർട്ടൽ എന്ന് ഗൂഗിൾ ക്രോമിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൽ രജിസ്ട്രേഷൻ റിന്യൂവൽ സെലക്ട് ചെയ്യുക. ഈ പേജ് ഇവിടെ നമുക്ക് അപ്പിയർ ചെയ്യും. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ സെക്ഷനൊക്കെയാണ്. അതെല്ലാം റീഡ് ചെയ്തതിന് ശേഷം പേജ് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് റിന്യൂവലിന് വേണ്ടി ഉള്ളതെന്ന് ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം റെഡിയാക്കി വെക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു ഓൺലൈൻ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിനു വേണ്ടി സെറ്റപ്പ് ആൻ ഓൺലൈൻ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. ഐറിഷ് ഇമിഗ്രേഷൻ സർവീസ് ഓൺലൈൻ എന്ന് പറയുന്ന ഒരു പേജ് ഇവിടെ അപ്പിയർ ചെയ്യും. നമുക്കിവിടെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ ഇവിടെ രജിസ്റ്റർ ഹിയർ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ നമുക്കിവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതാകുന്നു. അതിനുവേണ്ടി നമ്മുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, അതുപോലെ ഇമെയിൽ അഡ്രസ്സും ഒരു പാസ്വേഡും നമ്മൾ ടൈപ്പ് ചെയ്ത് ഐ എഗ്രി ദ ടേംസ് ആൻഡ് കണ്ടീഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഒരു മെയിൽ കിട്ടുന്നതായിരിക്കും. വൺസ് രജിസ്ട്രേഷൻ ഫിനിഷ് ചെയ്താൽ നമുക്കൊരു മെയിൽ കിട്ടും. അത് വാലിഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു പേജ് വരും. വീണ്ടും ലോഗിൻ ചെയ്ത് അക്കൗണ്ടിൽ നമ്മൾക്ക് കയറാവുന്നതാണ്. വീണ്ടും ലോഗിൻ ചെയ്ത് നമ്മുടെ അക്കൗണ്ടിൽ കയറുക. അതിനുശേഷം ഇതിൽ ആപ്ലിക്കേഷൻ ഫോർ പെർമിഷൻ ടു റിമെയിൻ ഇൻ ദ സ്റ്റേറ്റ്, അതാണ് റിന്യൂവലിന് വേണ്ടിയുള്ള പേജ്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ രജിസ്ട്രേഷൻ റിന്യൂവൽ വരും. പുതിയതായിട്ട് ഇതിൽ കോർക്കും ലിമറിക്കും ആഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ബിഗിൻ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റോടു കൂടിയാണ്. ഇത് ഫുൾ റീഡ് ചെയ്തതിന് ശേഷം ഐ ഹാവ് റീഡ് ആൻഡ് എഗ്രി ടു ദിസ് ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്തതായിട്ട് വരുന്നത് ഒരു ഡേറ്റ പ്രൈവസി നോട്ടീസാണ്. ഇതും റീഡ് ചെയ്തതിന് ശേഷം താഴെയുള്ള ബോക്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പേജിലേക്ക് പോകുന്നതാണ്. അടുത്തതായി പേഴ്സണൽ ഡീറ്റെയിൽസിൻ്റെ പേജാണ്. അതിൽ രജിസ്ട്രേഷൻ നമ്പർ അഥവാ നമ്മുടെ IRP കാർഡിൻ്റെ നമ്പർ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റ്, അതുപോലെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഫോൺ നമ്പർ എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഇമിഗ്രേഷൻ പേഴ്സൺ ID ആൻഡ് ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് മാൻഡേറ്ററി ഫീൽഡ് അല്ല, അതുകൊണ്ട് അറിയില്ല എങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്ത് വിടാവുന്നതാണ്. നെക്സ്റ്റ് പോസ്റ്റൽ അഡ്രസ്സാണ്. ഇതിൽ നമ്മുടെ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് നാഷണാലിറ്റി ആൻഡ് പാസ്പോർട്ട് ഡീറ്റെയിൽസ് ആണ്. നാഷണാലിറ്റി ഏതാണെന്ന് സെലക്ട് ചെയ്യുക. ശേഷം പാസ്പോർട്ട് നമ്പറും പാസ്പോർട്ടിൻ്റെ എക്സ്പയറി ഡേറ്റും ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫസ്റ്റ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ പ്രീവിയസ് രജിസ്ട്രേഷൻ ഈ സെയിം പാസ്പോർട്ട് ഉപയോഗിച്ചാണ് ചെയ്തതെങ്കിൽ എസ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഇമിഗ്രേഷൻ പെർമിഷനാണ്. ഇതിൽ പെർമിഷൻ ടൈപ്പ് ഓഫ് റിന്യൂവൽ, നിങ്ങളുടെ സ്റ്റാമ്പ് ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്യുക.
നെക്സ്റ്റ്, ഈസ് യുവർ പെർമിഷൻ ഡിപ്പെൻഡ് ഓൺ യുവർ ഫാമിലി മെമ്പർ. അതായത് നിങ്ങൾ ഇതിൽ സ്പൗസ് വിസയിലാണ് വന്നിരിക്കുന്നതെങ്കിൽ യെസ് മൈ പെർമിഷൻ ഈസ് ഡിപ്പെൻഡ് ഓൺ മൈ നോൺ EU, EE ആൻഡ് നോൺ സിസ് ഫാമിലി മെമ്പർ സെലക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ സ്പൗസ് വിസയിലാണ് വന്നിരിക്കുന്നതെങ്കിൽ ഇവിടെ സ്പൗസിൻ്റെ IRP കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതാണോ, അതായത് രജിസ്ട്രേഷൻ നമ്പർ, അതിൻ്റെ എക്സ്പയറി ഡേറ്റും സ്പൗസിൻ്റെ ഫുൾ നെയിമും കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് പേജിലേക്ക് പോകാം. നെക്സ്റ്റ് പേജ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. ഇതിൽ നമ്മൾ ക്ലിയർ കോപ്പീസ് ഓഫ് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ആണ് കൊടുക്കേണ്ടത്. ഫയൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കണ്ടൻറ് അനുസരിച്ച് ഫയൽ നെയിം കൊടുക്കേണ്ടതാകുന്നു. അതായത് നമ്മൾ IRP കാർഡാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ഫയൽ നെയിം IRP കാർഡ് എന്ന് പറഞ്ഞു കൊടുക്കണം. ഫാമിലി മെമ്പറിൻ്റെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് എങ്കിൽ FM എന്ന് ഇട്ടതിന് ശേഷം ആ ഡോക്യുമെൻറ്റിൻ്റെ കണ്ടൻറ് നെയിം ഇടേണ്ടതാകുന്നു. അപ്ലോഡ് ഓൺലി 1 ഫയൽ പെർ ബോക്സ്. അതുപോലെ തന്നെ PDF, JPG അല്ലെങ്കിൽ PEG ഫയൽ സൈസ് അപ് ടു 5 MB വരെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ആപ്ലിക്കൻറ്റിൻ്റെ അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിൻ്റെ റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പേജിലേക്ക് പോകാവുന്നതാണ്. നിങ്ങൾ സമയമെടുത്താണ് റിന്യൂവൽ ചെയ്യുന്നത് എങ്കിൽ ഓരോ പേജ് കഴിയുമ്പോഴും അത് സേവ് ചെയ്ത് പോകേണ്ടതാണ്. ഇല്ലെങ്കിൽ അത് ടൈം ഔട്ട് ആകുവാനുള്ള ചാൻസസ് ഉണ്ട്. നെക്സ്റ്റ് പേജ് സബ്മിറ്റ് പേജ് ആണ്. അതിൽ ഐ കൺഫേം ദാറ്റ് ഐ പ്രസൻ്റ്ലി റിസൈഡിങ് ഇൻ ദ സ്റ്റേറ്റ് അറ്റ് ദ ടൈം ഓഫ് മേക്കിംഗ് ദിസ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ബോക്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ സബ്മിറ്റ് ഫോം ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജ് പേയ്മെൻറ്റ്. സോ ആപ്ലിക്കേഷൻ ഫീസ് €300 അതിനുശേഷം ബിൽ പെയർ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാവുന്നതാണ്. ദെൻ പേ ആൻഡ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാവുന്നതാണ്. അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മെയിൽ വരുന്നതായിരിക്കും. വൺസ് നമ്മുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആണെങ്കിൽ 10 to 15 ഡേയ്സിനുള്ളിൽ ബൈ പോസ്റ്റ് നമുക്ക് കാർഡ് വീട്ടിലെത്തുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.